السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ളയുടെ ലതായിഫുൽ മആരിഫ് എന്ന കിതാബിലെ വളായിഫു റമളാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ രണ്ടാമത്തെ മജ്ലിസ് ആയിക്കൊണ്ട് ഫസ്ലായിക്കൊണ്ട് കൊടുത്തിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണവും അതുപോലെ തന്നെ ജൂദും, റമളാനിൽ പ്രത്യേകിച്ച് ഔദാര്യം ചൊരിഞ്ഞിരുന്നതും ഖുർആൻ പാരായണത്തിന്റെയും കാര്യങ്ങളാണ് ചർച്ച. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔദാര്യം റമളാനിൽ അല്ലാത്തപ്പോൾ തന്നെയും വളരെ ധാരാളമായി ഔദാര്യം ചൊരിയുന്ന ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നറിയിക്കുന്ന ചില സംഭവങ്ങൾ അത് നാം പറയുകയാണ് ഉണ്ടായത്. അതിനുശേഷം അതിനെ തുടർന്ന് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള പറയുന്നത്, وكان جوده صلى الله عليه وسلم يتضاعف في شهر رمضان على غيره من الشهور. റമളാൻ മാസത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജൂദ് അഥവാ ഔദാര്യം ചൊരിയുക എന്നുള്ളത് മറ്റുള്ള മാസങ്ങളെക്കാൾ ഇരട്ടിയായിട്ടുണ്ടാകാറുണ്ടായിരുന്നു. കമാ അന്ന ജൂദ റബ്ബിഹി യതളാഅഫു ഫീഹി അയ്ളൻ, ഏതുപോലെ നബി സല്ലല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യം ഈ മാസത്തിൽ ഇരട്ടികളായി മാറുന്നത് പോലെ, റമളാനിൽ അല്ലാഹു തആല ചൊരിയുന്ന അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ നന്മകളും അവസരങ്ങളും എല്ലാം ഇരട്ടിയാകുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഔദാര്യം ചൊരിയുന്നതും ഇരട്ടിയായി ചെയ്യാറുണ്ടായിരുന്നു. فإن الله جبله على ما يحبه من الأخلاق الكريمة. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംവിധാനിച്ചത് തന്നെ, സൃഷ്ടിച്ചത് തന്നെ മഹത്തായ സ്വഭാവങ്ങളുള്ള വ്യക്തിയായിക്കൊണ്ടാണ്. وكان على ذلك من قبل البعثة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിതനാകുന്നതിന് മുമ്പ് തന്നെ അങ്ങനെയാണ്. മുമ്പ് പറഞ്ഞു, കഴിഞ്ഞ ദർസിൽ കഴിഞ്ഞ ഭാഗത്ത് വായിച്ച ഭാഗങ്ങളിൽ നുബുവത്തിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നിലക്കുള്ള സൽഗുണങ്ങളിൽ അറിയപ്പെട്ട ആളാണ്. ഖദീജ ബീവിയുടെ ആ സംസാരത്തിലൂടെ മനസ്സിലാക്കുകയുണ്ടായി. അപ്പോൾ അല്ലാഹു തആല പ്രകൃതിയെ സൃഷ്ടിപ്പിൽ തന്നെ സംവിധാനിച്ചതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ثم كان بعد الرسالة جوده في رمضان أضعاف ما كان قبل ذلك. അതുപോലെ തന്നെ ഈ റിസാലത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ റിസാലത്ത് ലഭിച്ചതിന് ശേഷം ثم كان بعد الرسالة جوده في رمضان أضعاف ما كان قبل ذلك. മുമ്പുണ്ടായതിനേക്കാൾ ഇരട്ടികളായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഔദാര്യം ചൊരിയാറുണ്ട്. فإنه كان يلتقي هو وجبريل عليه السلام. റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീൽ അലൈഹിസ്സലാമും കണ്ടുമുട്ടാറുണ്ട്. വഹു അഫ്ദലുൽ മലായികതി വഅക്രമുഹും. ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനും ഏറ്റവും ആദരണീയനുമാണ്. വയുദാരിസുഹുൽ കിതാബല്ലദീ ജാഅ ബിഹി ഇലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് കിതാബ് കൊണ്ടുവന്നിരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ആ കിതാബിനെ അഥവാ ഖുർആനിനെ യുദാരിസ മുറാജ ചെയ്യാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓതി കേൾക്കാറൊക്കെ ഉണ്ടായിരുന്നു. വഹുവ അഷ്റഫുൽ കുതുബി വ അഫ്ളലുഹാ. ഖുർആൻ കിതാബുകളിൽ വെച്ച് ഏറ്റവും അഫ്ളലായിട്ടുള്ള, അഷ്റഫായിട്ടുള്ള, ശ്രേഷ്ഠമായിട്ടുള്ള കിതാബാണ്. മറ്റുള്ള കിതാബുകളെക്കാൾ, ഇൻജീലിനേക്കാളും തൗറാത്തിനേക്കാളും സബൂറിനേക്കാളും എല്ലാം അഫ്ളലായ കിതാബാണ് ഖുർആൻ. വഹുവ യഹസ്സു അലൽ ഇഹ്സാനി വ മകാരിമിൽ അഖ്ലാഖ്. ഖുർആൻ ആണെങ്കിലോ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് മറ്റുള്ള ആളുകൾക്ക് നന്മ ചെയ്യാനും അതുപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയും. വഖദ് കാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദൽ കിതാബ് ലഹു ഖുലുഖൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നത് ഈ കിതാബ് അവിടുത്തെ സ്വഭാവമായിക്കൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെടുകയുണ്ടായി, എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് കാന ഖുലുഖുഹു അൽ ഖുർആൻ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആൻ ആയിരുന്നു എന്നാണ് അവിടുത്തെ പത്നി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായത്. അപ്പോൾ
അങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി സ്വഭാവം. അഥവാ ആ ഖുർആൻ മുറാജഅ ചെയ്യുന്ന മുദാറസത്ത് നടത്തുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജൂദ് കൂടിയിട്ടുണ്ടായിരുന്നു എന്ന ഹദീസിൽ കണ്ടു. അപ്പൊ അതിനുള്ള കാരണം ഖുർആൻ എന്നുള്ളത് ഏറ്റവും നല്ല സ്വഭാവം പഠിപ്പിക്കുന്നതാണ്. ബിഹൈസു യർദാ ലിറിദാഹു വയസ്ഖതു ലിസഖതിഹി. ഖുർആനിൽ തൃപ്തിയാകുന്ന കാര്യങ്ങൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തിയുള്ള കാര്യങ്ങളായിരുന്നു. ഖുർആനിൽ വെറുപ്പുള്ള കാര്യങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെറുപ്പുള്ള കാര്യമായിരുന്നു. വയുസാരിഉ ഇലാ മാ ഹസ്സ അലൈഹി. ഖുർആൻ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ കുടുംബബന്ധം ചേർക്കണം, അയൽവാസികളോടുള്ള കടമകൾ, മാതാപിതാക്കളോട് നന്മ ചെയ്യണം, അങ്ങനെയുള്ള ഖുർആൻ പ്രോത്സാഹിപ്പിക്കുന്ന നന്മകൾ എന്തൊക്കെയാണോ അതിലേക്ക് ധൃതിയും കാണിക്കാറുണ്ടായിരുന്നു. വയംതനിഉ മിമ്മാ സദറ അൻഹു. ഖുർആൻ ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങളെ അവിടുന്ന് ഒഴിവാക്കാറുമുണ്ടായിരുന്നു. അപ്പോ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആനിൽ നന്മയായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും അതിനോട് ഇഷ്ടമുണ്ടാവുകയും അതിനോട് താല്പര്യമുണ്ടാവുകയും ഖുർആനിൽ വെറുക്കപ്പെട്ട കാര്യങ്ങൾ, വിരോധിച്ച കാര്യങ്ങൾ അതിനോട് വെറുപ്പുണ്ടാവുകയും അത് ഒഴിവാക്കുകയും എല്ലാം ചെയ്യലാണ് ഖുർആൻ അവിടുത്തെ സ്വഭാവമായിരുന്നു എന്ന് പറഞ്ഞാൽ. فلهذا كان يتضاعف جوده وإفضاله في هذا الشهر. അതുകൊണ്ട് തന്നെ ഖുർആനിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ് മറ്റുള്ള ആളുകൾക്ക് ഔദാര്യം ചൊരിയണം, ഇഹ്സാൻ ചെയ്യണം, ദാനധർമ്മങ്ങൾ കൊടുക്കണം, അതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഖുർആൻ മുദാറസത്ത് നടത്തുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ സ്വഭാവം ഏറ്റവും ഉത്തമമായ സ്വഭാവമായതുകൊണ്ട് തന്നെ അവിടുന്ന് എന്തുണ്ടാകാറുണ്ടായിരുന്നു? ഈ മാസത്തിൽ കൂടുതൽ ഔദാര്യങ്ങൾ ചൊരിയാറുണ്ടായിരുന്നു. ലിഖുർബി അഹ്ദിഹി ബിമുഖാലതതി ജിബ്രീൽ അലൈഹിസ്സലാം. അത് ജിബ്രീൽ അലൈഹിസ്സലാമുമായിട്ട് കൂടുതൽ സമയം ഈ ഖുർആൻ ഓതി കൊടുക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് വർദ്ധിക്കാറുണ്ട്. വകസ്റതി മുദാറസതിഹി ലഹു ഹാദൽ കിതാബൽ കരീം അല്ലദീ യഹസ്സു അലൽ മകാരിമി വൽ ജൂദ്. ഈ ഖുർആൻ സൽസ്വഭാവങ്ങളിലേക്കും ഔദാര്യത്തിലേക്കും പ്രോത്സാഹിപ്പിക്കുന്ന ഈ ഖുർആനിന്റെ പഠനം കൂടുതലായി നടന്നിരുന്ന, അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓതിക്കൊടുത്ത് കേൾപ്പിച്ച് ചെയ്തിരുന്നത് കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജൂദ് റമദാനിൽ വർദ്ധിക്കുമായിരുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഖുർആൻ പഠിക്കുക, ഖുർആന്റെ ആശയം പഠിക്കുക, തഫ്സീർ മനസ്സിലാക്കുക എന്നീ കാര്യങ്ങളിലെല്ലാം മുഴുകുക എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാക്കും, സൽക്കർമ്മങ്ങൾ മുന്നേറാൻ സാധിക്കും, പാപങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് പ്രേരകമേകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ റമദാനിൽ ഇത് അധികരിച്ചുണ്ടായിരുന്നത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔദാര്യം ചൊരിയലും വർദ്ധിച്ചിരുന്നു. വലാ ശക്ക അന്നൽ മുഖാലതത തുഅസ്സിർ വതൂരിസു അഖ്ലാഖൻ മിനൽ മുഖാലത്ത് أن المخالطة تؤثر وتورث أخلاقا أن المخالطة تؤثر وتورث أخلاقا من المخالط. അഥവാ ഈ കൂടിക്കലരുക എന്നുള്ളത്, അഥവാ ഒരാളുമായിട്ട് ഇടപഴകുക എന്നുള്ളത് അത് അനന്തരമായിട്ടുണ്ടാക്കും. ആ ഇടപഴകുന്ന ആളിൽ അല്ലെങ്കിൽ ഇടപഴകപ്പെടുന്ന വ്യക്തിയിൽ എന്തുണ്ടാക്കും? സ്വഭാവത്തിലെ മാറ്റങ്ങളെല്ലാം ഉണ്ടാകും. ഇത് അറിയപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ്? പിന്നെ അൽമർ അലാ ദീനി ഖലീലിഹി. ഒരാൾ തന്റെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കും. അപ്പോൾ അതെന്താ കാരണം പറയുന്നത്? എന്താ? മനുഷ്യന് പ്രകൃതിയ മറ്റൊരാളെ അനുകരിക്കുന്ന സ്വഭാവം ഉണ്ടാകും. അപ്പൊ ആരുമായിട്ടാണോ കൂട്ടുകൂടുന്നത് അവന്റെ പ്രകൃതവും സ്വഭാവവും ദീനും വിശ്വാസവും എല്ലാം ഈ ആളിലും സ്വാധീനിക്കും. അപ്പൊ അതേപോലെ ജിബ്രീൽ അലൈഹിസ്സലാമുമായിട്ട് ഖുർആൻ പാരായണം നടക്കുന്നത് കൊണ്ട്, അത് ഓതുന്നത് കൊണ്ടും അത് മുദാറസത്ത് നടത്തുന്നത് കൊണ്ടൊക്കെ അതിന്റെ അനന്തരഫലമായി കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂദ് വർദ്ധിക്കാറുണ്ട്. അതുകൊണ്ടാണ് ആ ഖുർആനുമായി ബന്ധപ്പെട്ട് ഈ ജൂദിന്റെ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇനി കാന ബഅദു ശുഅറാ, ഈ ജൂദ് കൂടാനുള്ള, അഥവാ ഒരു കാര്യത്തിൽ നിന്ന് അനന്തരമായിട്ട് ഈ ജൂദ് അതായത് ഔദാര്യവാനായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അതിന് പ്രോത്സാഹനമേകുന്ന കാര്യത്തിൽ നിന്ന് ഈ ഔദാര്യം കൂടുന്നതുമായി ബന്ധപ്പെട്ട് ചില കവിതകൾ, ബൈത്തുകളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയാണ്. കാന ബഅദു ശുഅറാ, ചില കവികൾ പറഞ്ഞത് കാണാം, അവർ മദ്ഹ് ചെയ്തുകൊണ്ട് എഴുതിയത് കാണാം. ഖദ് ഇംതദഹ മലികൻ ജവാദൻ, അങ്ങേയറ്റം ഔദാര്യം ചൊരിയുന്ന ഒരു രാജാവിനെ മദ്ഹ് ചെയ്തുകൊണ്ട് ചില കവികൾ എഴുതിയ വരികൾ കാണാം. എന്താണ് ആ വിഷയം? ഫഅതാഹു ജായിസതൻ സനിയതൻ, ആ കവിക്ക് അല്ലെങ്കിൽ ഇത് പറയുന്ന വ്യക്തിക്ക് വളരെ വിലപിടിപ്പുള്ള മൂല്യവത്തായിട്ടുള്ള ചില സമ്മാനങ്ങൾ ആ രാജാവ്, അങ്ങേയറ്റ ഔദാര്യം ചൊരിയുന്ന ഔദാര്യവാനായിട്ടുള്ള രാജാവ് ഈ കവിക്കോ അല്ലെങ്കിൽ ഇത് പറയുന്ന ആൾക്കോ കൊടുക്കുകയാണ്. فخرج بها من عنده وفرقها كلها على الناس,
അങ്ങനെ ഈ കിട്ടിയ വ്യക്തി അതുമായി എടുത്തിട്ട് അങ്ങേറ്റം ഔദാര്യങ്ങളൊക്കെ ചൊരിയുന്ന ധാരാളം ജവാദായിട്ടുള്ള ആളാണ് രാജാവ്. ആ രാജാവ് കൊടുത്തു. ഈ കിട്ടിയ ആള് വിലപിടിപ്പുള്ള മൂല്യവത്തായിട്ടുള്ള സമ്മാനാണ്. ഈ കിട്ടിയ ആൾ എന്ത് ചെയ്തു? അതുമായിട്ട് ആളുകളുടെ ഇടയിൽ പോയിട്ട്, ജനങ്ങളുടെ ഇടയിൽ പോയിട്ട് അത് ജനങ്ങൾക്കിടയിൽ വീതിച്ചു കൊടുത്തു. വാൻഷദ, എന്നിട്ട് അയാൾ പാടുകയും ചെയ്തു, ലമസ്തു ബികഫി കഫഹു അബ്തഗി അൽ ഗിന വലം അദ്രി അന്നൽ ജൂദ മിൻ കഫിഹി യുഅദി ലമസ്തു ബികഫി കഫഹു അബ്തഗി അൽ ഗിന. ഞാൻ എന്റെ കൈ കൊണ്ട് ആ രാജാവിന്റെ കൈയ്യ് സ്പർശിച്ചത് എനിക്ക് ഉപകാരമുള്ള, എനിക്ക് ഖനിയാവാനുള്ള എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും വസ്തു കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. വലം അദ്രി അന്നൽ ജൂദ മിൻ കഫിഹി യുഅദി, എനിക്കറിയില്ല ആ രാജാവിന്റെ കയ്യിൽ നിന്ന് ആ രാജാവിന്റെ ജൂത്, മറ്റുള്ളവർ ഔദാര്യം ചൊരിയലാണ് ഇന്ത്യയിലേക്ക് വന്നു കിട്ടിയത് എന്ന് എനിക്കറിയില്ല. കാരണം അത് കിട്ടിയത് ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ആൾക്ക് തോന്നി. അപ്പോ ആ രാജാവിന്റെ എനിക്ക് വന്നത് എനിക്ക് കിട്ടണമെന്ന് വെച്ചിട്ടാണ് വാങ്ങിയത്, പോയി ചോദിക്കുകയോ വാങ്ങുകയൊക്കെ ചെയ്തത്. പക്ഷെ അത് രാജാവിന്റെ ഔദാര്യം കാണിക്കുന്ന സ്വഭാവമാണ് എന്റെ കയ്യിലേക്ക് വന്നത് എന്ന് പറയാണ്. ഇത് രാജാവ് അറിയുകയും ആ രാജാവ് ആ വ്യക്തിക്ക് കൂടുതൽ പ്രതിഫലം നൽകുകയും കൂടുതൽ ഇരട്ടിയായിട്ട് സമ്മാനം കൊടുക്കുകയും ചെയ്തു. ഇവിടെ പറയാനുള്ള കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ഔദാര്യം ചൊരിയുന്ന ആളാണ് അടിമകൾക്ക്, അതുപോലെ അതിന് പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. അപ്പോ അടിമകൾ അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ അല്ലാഹു തആല അടിമകൾക്ക് എന്ത് ചെയ്യുന്നു? പ്രതിഫലം കൊടുക്കുന്നു, നൽകുന്നു. അപ്പൊ ഈ രാജാവ് അങ്ങനെ കൊടുക്കുന്ന ഒരാളായിട്ട് ഈ വാങ്ങിയ ആള് കൊടുത്തപ്പോ കൂടുതൽ രാജാവ് പിന്നെയും കൊടുത്തു. അതുപോലെ അല്ലാഹു തആല അടിമകൾക്ക് അത് വർദ്ധിപ്പിച്ചു കൊടുക്കും. വഖദ് ഖാല ബഅദു ശുഅറാ യംദഹു ബഅദൽ അജ്വാദ്, ചില കവികൾ ഇങ്ങനെ ഔദാര്യം ചൊരിയുന്ന ആളുകളെ മദ്ഹ് ചെയ്ത് എഴുതിയ ചില വരികൾ കാണാം. വലാ യസ്ലുഹു അൻ യകൂന ദാലിക ഇല്ലാ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കവിതകളുടെ ബൈത്തുകൾ നോക്കുകയാണെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചേർന്നതാണ് എന്ന് മനസ്സിലാകാൻ സാധിക്കുന്ന കവിതകളാണ്. കാരണം അങ്ങേയറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഔദാര്യം ചൊരിയുമായിരുന്നു. തഅവദ ബസ്തൽ കഫി ഹത്താ ലവ അന്നഹു സനാഹാ ലിഖബ്ദിൻ ലം തുതിഅഹു അനാമിലുഹു. അവന്റെ ഒരാളെ പറ്റി പറയാണ്, അയാളുടെ കൈ എപ്പോഴും നിവർന്നുകൊണ്ടേയാണ്, അഥവാ നൽകിക്കൊണ്ടേയാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആ കൈയൊന്ന് ചുരുട്ടാൻ വിചാരിച്ചാൽ പോലും അവന്റെ വിരലുകൾ അതനുസരിക്കുന്നില്ല. അഥവാ അങ്ങേയറ്റ ഔദാര്യം ചൊരിഞ്ഞിട്ട് അതൊരു ശീലമായി മാറിയ ആളാണ്. തറാഹു ഇദാ മാ ജിഅതഹു മുതഹല്ലിലൻ കഅന്നക തുഅതീഹി അല്ലദി അൻത സായിലുഹു. നീ എങ്ങാനും അവന്റെ അടുക്കിലേക്ക് പോവുകയാണ് എങ്കിൽ അവനെ നീ സന്തോഷവാനായിട്ട് കാണും. ഏത് നിലക്ക്? കഅന്നക തുഅതീഹി അല്ലദി അൻത സായിലുഹു. നീ എന്ത് കാര്യമാണോ അവനോട് ചോദിച്ചു പോകുന്നത് അത് നീ അവന് കൊടുക്കുന്നത് പോലെയാണ് അവന്റെ സന്തോഷം ഉണ്ടാവുക. അതായത് ഇപ്പൊ നമ്മൾ ഒരാളോട് പോയിട്ട് 1000 രൂപ ചോദിക്കുകയാണ്, പക്ഷെ ആ തരുന്ന ആളുടെ സന്തോഷം, ഈ ഒരാളെ പറ്റി പറയാണ്, അയാളുടെ സന്തോഷം പറഞ്ഞു കഴിഞ്ഞാൽ നീ അങ്ങോട്ട് 1000 കൊടുക്കണ പോലെ ആയിരിക്കും നിനക്ക് ഇങ്ങോട്ട് 1000 തരുമ്പോൾ അയാളുടെ സന്തോഷം ഉണ്ടാവുക. അത്രയും ചൂടുള്ള ആളാണ്. ولو لم يكن في كفه غير روحه لجاد بها فليتق الله سائله. അവന്റെ കയ്യിൽ ഒന്നുമില്ല, അവന്റെ ആത്മാവ് മാത്രമേ നൽകാനുള്ളൂ എങ്കിൽ പോലും അത് ചോദിച്ചാൽ അതും അവൻ കൊടുക്കും. അതുകൊണ്ട് ചോദിക്കുന്നവനെ നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അഥവാ ഒരു മാന്യമായ നിലക്ക് ചോദിക്കുക. ഹുവൽ ബഹ്റു മിൻ അയ്യി നവാഹി അതൈതഹു ഫലുജ്ജതുഹു അൽ മഅറൂഫ് വൽ ജൂദു സാഹിലുഹു. അവനൊരു കടലാണ്, അവന്റെ ഏത് ഭാഗത്തിലൂടെ നീ ചെന്നാലും അതിലെ കടലെ ആഴമുള്ള വെള്ളം, നന്മയായിട്ടുള്ള കാര്യങ്ങളും അതിന്റെ തീരങ്ങൾ അത് ഔദാര്യവുമാകുന്നു. അഥവാ അങ്ങേറ്റ ഔദാര്യം ചെയ്യുന്ന ഒരാളെ പറ്റി പറഞ്ഞതാണ്. ഇത് ഇബ്നു റജബ് ഇവിടെ കൊടുക്കുന്നത് ഇത് ചേർന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. വഫീ തവാഉഫി ജൂദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ശഹ്രി റമളാൻ ബിഖുസൂസിഹി ഫവായിദു കസീറത്തുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ പ്രത്യേകിച്ച് ഇതുപോലെ ധാരാളം ഔദാര്യം ചൊരിഞ്ഞതിൽ എന്തുണ്ട്? ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകമായി നൽകിയതിൽ ചില ഫവായിദുകളുണ്ട്, ചില മനസ്സിലാക്കേണ്ട ചില നേട്ടങ്ങളുണ്ട്. മിൻഹ, അതിൽപ്പെട്ടതാണ് റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔദാര്യം ചൊരിഞ്ഞതിന്റെ ആ മഹത്വം അറിയിക്കുന്ന അല്ലെങ്കിൽ അതുകൊണ്ടുള്ള പ്രത്യേകത അറിയിക്കുന്ന ചില കാര്യങ്ങൾ. അതിൽപ്പെട്ടതാണ് ശറഫു സമാനി വ മുദാഅഫതു അജ്രിൽ അമലി ഫീഹി. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചൊരിയാറുണ്ടായിരുന്നു എന്നതിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ചില ഫായിദ, എന്തുകൊണ്ടാണ് റമളാനിൽ കൂടുതൽ ഔദാര്യം ചൊരിഞ്ഞിരുന്നത് എന്നുള്ള ഫായിദയാണ് ഷറഫു സമാൻ, ആ കാലത്തിന്റെ ശ്രേഷ്ഠത. നമ്മൾ മുമ്പ് തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ചില സ്ഥലങ്ങൾ ചില കാലങ്ങൾ അതിന്റെ പ്രത്യേകത അല്ലാഹു തആല നിശ്ചയിക്കും. ഹറമിൽ നിസ്കരിക്കുന്നത് പോലെയല്ല വേറെ എവിടെയെങ്കിലും. അതുപോലെ റമളാനിൽ അല്ലാഹു തആല ഷറഫ് നൽകിയിട്ടുണ്ട്. ആ ഷറഫ് ഉള്ളത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔദാര്യം കൂട്ടിയത്. വമുദാഅഫത്തുൽ അജ്രിൽ അമലി ഫീഹി, ആ റമളാനിൽ അമൽ ചെയ്യുന്നതിന് പ്രതിഫലം കൂടുതൽ ലഭിക്കും എന്ന്
അറിയിക്കുന്നു. കാരണം അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ എന്ത് ചെയ്തത്, ഔദാര്യം ചൊരിഞ്ഞിരുന്നത്. കാരണം പ്രതിഫലം കൂടുതൽ കിട്ടുന്ന സമയമായതുകൊണ്ട്. വമിൻഹ, അതിൽപ്പെട്ടതാണ് അഥവാ അതിന്റെ ഫവായിദിൽപ്പെട്ടതാണ് ഇആനത്തുസ് സ്വാഇമീന വൽ ഖായിമീന വദ്ദാകിരീന അലാ ത്വആതിഹിം, നോമ്പ് നോൽക്കുന്ന, രാത്രി നിസ്കരിക്കുന്ന, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന, ഇബാദത്തിൽ മുഴുകുന്ന, അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളുകളെ സഹായിക്കലാണ് ഈ റമളാനിൽ ഔദാര്യം ചൊരിയുക എന്നുള്ളത്. ഫയസ്തൗജിബുൽ മുഈനു ലഹും മിസ്ല അജ്രിഹിം, ആ സഹായിക്കുന്ന ആളുകൾക്ക് ആ നോമ്പുകാരെ പോലെ നിസ്കരിക്കുന്ന ആളുകളെ പോലെ തന്നെ പ്രതിഫലം ഉണ്ടാവും. കമാ അന്ന മൻ ജഹസ ഗാസിയൻ ഫഖദ് ഗസാ, ഏതുപോലെ യുദ്ധത്തിന് പോകുന്ന ഒരാളെ അയാൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. യാത്രക്ക് ആവശ്യമായിട്ടുള്ള മൃഗം, ഭക്ഷണം അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്താൽ ആ ഒരുക്കി കൊടുക്കുന്നവർ യുദ്ധം ചെയ്യുന്ന പോലെയാണ്. വമൻ ഖലഫഹു ഫി അഹ്ലിഹി ഫഖദ് ഗസാ, ആ യുദ്ധത്തിന് പോയ ആളുടെ കുടുംബത്തിന് ആ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ചെലവിന് കൊടുക്കുക ഒക്കെ നോക്കുന്ന ആളും യുദ്ധത്തിന് പങ്കെടുത്ത പോലെയാണെന്ന് വേറെ ഹദീസുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നോമ്പ് നോൽക്കുന്ന ആളുകൾ, രാത്രി നിസ്കരിക്കുന്ന ആളുകൾ, അള്ളാഹുവിന് കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, അവർക്ക് ചിലപ്പോൾ സാധാരണ ചെയ്യുന്ന ജോലി ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല ഇബാദത്തിൽ മുഴുകുന്നത് കൊണ്ട്. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് അള്ളാഹു തആല അനുഗ്രഹിച്ചിട്ടുള്ള ആളുകൾ അവരെ സഹായിക്കുക എന്നുള്ളത്, അവർക്ക് ഔദാര്യങ്ങൾ ചൊരിയുക എന്നുള്ളതൊക്കെ അതേപോലെ തന്നെ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് വലിയൊരു നേട്ടമാണ്. കാരണം പ്രത്യേകിച്ചും അന്ന് കാലത്ത്, ഇന്നിപ്പോൾ മാസത്തിൽ നമ്മൾ ജോലിക്ക് പോയില്ലെങ്കിൽ ലീവ് ഉണ്ടാവില്ല, സാലറി കട്ടുക അങ്ങനെയൊക്കെ. പക്ഷെ അന്ന് കാലത്ത് അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ ജോലിക്ക് പോയാൽ വരുമാനം ഉണ്ടാകും, പണം ലഭിക്കും, അന്നന്നത്തെ ചെലവ് നടക്കും. ജോലിക്ക് പോയില്ലെങ്കിൽ ഉണ്ടാവില്ല. അപ്പോൾ റമളാനിൽ ഇബാദത്തിൽ മുഴുകുന്നത് കൊണ്ട് പലർക്കും സാധാരണ പോകുന്നത് പോലെ ജോലിക്ക് പോകാനോ വരുമാനം ഉണ്ടാവില്ല. അപ്പോൾ സമ്പത്തുള്ള ആളുകൾ അവർക്ക് ലഭിച്ച റിസ്കിൽ നിന്ന് കൊടുക്കുന്നത് വഴി, ഔദാര്യം ചൊരിയുന്ന വഴി അവർക്ക് ഇബാദത്തിൽ മുഴുകാൻ സാധിക്കും, അവരെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനും സാധിക്കും. وفي حديث زيد بن خالد عن النبي صلى الله عليه وسلم قال, زيد بن خالد رضي الله عنه ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇബ്നു മാജയിൽ ഉദ്ധരിക്കപ്പെട്ടതാണ്. ഇമാം അഹ്മദ് നസായിക്ക് ഉദ്ധരിച്ചിട്ടുണ്ട്. മൻ ഫത്തറ സായിമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഫത്തറ സായിമൻ, ആരെങ്കിലും ഒരു നോമ്പുകാരൻ നോമ്പ് തുറപ്പിക്കുകയാണ്, ഫലഹു മിസ്ലു അജ്രിഹി മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രി സായിമി ഷൈഉൻ, അവൻ ആ നോമ്പുകാരന്റെ അതേ പ്രതിഫലം ഉണ്ടാകും, നോമ്പുകാരന്റെ പ്രതിഫലത്തിൽ നിന്ന് ഒന്നും തന്നെ കുറയാതെ. ഖറജഹുൽ ഇമാം അഹ്മദ് വന്നസായി വതിർമിദി വഇബ്നു മാജ. അപ്പോൾ ഈ ഹദീസിൽ നോക്കൂ, നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുന്നവനും ആ നോമ്പെടുത്ത് പോലെയുള്ള പ്രതിഫലം ഉണ്ടാകും എന്നുള്ളത്. കാരണം അവനെ സഹായിക്കലാണ്. ഒരു ഇബാദത്ത് ചെയ്യാൻ സഹായിച്ചു കഴിഞ്ഞാൽ ആ ഇബാദത്തിന്റെ പ്രതിഫലം ഉണ്ടാകും. ഇപ്പൊ നേരത്തെ യുദ്ധത്തിന് പറഞ്ഞതുപോലെ പല വിഷയങ്ങളിലും അത് വന്നിട്ടുണ്ട്. വമിൻഹ, മറ്റൊരു ഫായിദ, അന്ന ശഹ്റ റമളാന ശഹ്റുൻ യജൂദുല്ലാഹു ഫീഹി അലാ ഇബാദിഹി ബിർറഹ്മ വൽമഗ്ഫിറതി വൽഇത്ഖ് മിനൻ നാർ. റമളാൻ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു തആല അടിമകളുടെ മേലെ ഔദാര്യം ചൊരിയുന്ന മാസമാണ്. എങ്ങനെ? അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട്, പാപമോചനം കൊണ്ട്, നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിച്ചുകൊണ്ടെല്ലാം അടിമകളുടെ മേലെ ഔദാര്യം ചൊരിയുന്ന മാസമാണ്. ലാ സിയമാ ഫീ ലൈലത്തുൽ ഖദർ, എസ്പെഷ്യലി പ്രത്യേകിച്ചും ലൈലത്തുൽ ഖദറിൽ. വല്ലാഹു തആല യർഹമു മിൻ ഇബാദിഹി അർറഹമാ, അല്ലാഹു തആല അവന്റെ കാരുണ്യം കാണിക്കുന്ന അടിമകളോട് പ്രത്യേകം കാരുണ്യം ചൊരിയുന്നവനാണ്. അഥവാ കാരുണ്യം കാണിക്കുന്ന അടിമകളോട് കാരുണ്യം ചൊരിയുന്നവനാണ്. കമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹി അർറഹമാ, അല്ലാഹു തആല കാരുണ്യം കാണിക്കുന്ന അടിമകളുടെ മേലെ കാരുണ്യം ചൊരിയുന്നു. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. വേറെ റിവായത്തിലും വേറെ ലഫ്ദിലൊക്കെ ഇതേ ഹദീസ് വന്നിട്ടുണ്ട്. ഫമൻ ജാദ അലാ ഇബാദില്ലാ, അല്ലാഹുവിന്റെ അടിമകളുടെ മേലെ ആരാണോ ഔദാര്യം ചൊരിയുന്നത്, ജാദല്ലാഹു അലൈഹി ബിൽ അത്വാഇ വൽ ഫദ്ൽ, അല്ലാഹു അവന്റെ മേലെയും അല്ലാഹു നൽകിക്കൊണ്ടും ഔദാര്യം ചൊരിഞ്ഞുകൊണ്ടും ഔദാര്യം കാണിക്കും. വൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, പ്രതിഫലം എന്നുള്ളത് അമലിന്റെ ഇനത്തിനനുസരിച്ചാണ് കിട്ടുക. ഇത് അല്ലാഹുവിന്റെ സുന്നത്തിൽപ്പെട്ടതും ഒരു ഖായിദയായ ദീനിൽ പഠിപ്പിക്കപ്പെട്ടുള്ള കാര്യമാണ്. ദുനിയാവിലാവട്ടെ പരലോകത്താവട്ടെ, നന്മയാവട്ടെ തിന്മയാവട്ടെ, അല്ലാഹു തആല പ്രതിഫലം കൊടുക്കുന്നത് ആ കർമ്മത്തിന്റെ ജിൻസ് അനുസരിച്ചായിരിക്കും. അതിന് ഉലമാക്കൾ ഉദാഹരണങ്ങൾ ധാരാളം പറയാറുണ്ട്. ഇപ്പോൾ രാത്രി നിസ്കാരവുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്താണ് സൂറത്തു സജ്ദയിൽ അല്ലാഹു തആല സ്വർഗത്തിലെ രഹസ്യമാക്കി വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ പറ്റി, പ്രതിഫലത്തെ പറ്റി പറയുന്നത്. ഉലമാക്കൾ പറയാറുണ്ട്, രാത്രി രഹസ്യമായി നിസ്കരിക്കുന്നത് കൊണ്ട് രഹസ്യമായി വെച്ചിട്ടുള്ള പ്രതിഫലം അവിടെയുണ്ട്. ഇപ്പോൾ ദുനിയാവ് ശിക്ഷ നടപ്പിലാക്കുന്നത് വ്യഭിചരിച്ച ആളെ, വിവാഹിതനായ വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലണം. അത് ചെറിയ കല്ലുകൾ കൊണ്ട് എറിഞ്ഞു കൊല്ലണം. വലിയൊരു കല്ലെടുത്തിട്ട് ഒറ്റയടിക്ക് എറിഞ്ഞു കൊല്ലാൻ പറ്റൂല, ഒരു വലിപ്പമുണ്ട് അതിന്. ആ കല്ലുകൾ കൊണ്ട് എറിഞ്ഞെറിഞ്ഞു കൊല്ലണം.
കാരണം അയാളുടെ ശരീരം കൊണ്ട് മുഴുവൻ ആസ്വദിച്ച് ആസ്വാദനമായതുകൊണ്ട് അതുപോലെയുള്ള ശിക്ഷ. അതുപോലെ സബത്തിന്റെ ആളുകൾ, യൗമു സബത്തിന്റെ ആളുകൾ മീൻ പിടിക്കരുത് എന്ന് ശനിയാഴ്ച പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അവര് മീന് പിടിക്കാതെ തടഞ്ഞു വെച്ചിട്ട് പിറ്റേ ദിവസം പിടിച്ചു. അഥവാ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. മീൻ പിടിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാ പിടിച്ചോ? പിടിച്ചു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത കാര്യം ചെയ്തുകൊണ്ട് അവരെ കുരങ്ങന്മാരാക്കി, മനുഷ്യനോട് ഏറ്റവും സാമ്യത തോന്നുന്ന ജീവിയാക്കി മാറ്റി. ഇത് അള്ളാഹുവിന്റെ സുന്നത്താണ്. പരലോകത്തുള്ള ശിക്ഷയാണെങ്കിലും ദുനിയാവിലുള്ള ശിക്ഷയാണെങ്കിലും, ദുനിയാവിലുള്ള പ്രതിഫലമാണെങ്കിലും പരലോകത്തുള്ള പ്രതിഫലമാണെങ്കിലും അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ അള്ളാഹുവിന്റെ മുൻകഴിഞ്ഞ ആളുകളിൽ നടന്നിട്ടുള്ള സുന്നത്താണ്. ഇനി അന്ത്യനാളിലും ദുനിയാവിലും പരലോകത്തും നടക്കുന്ന സുന്നത്താണ് അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്നുള്ളത്. അപ്പോൾ ദുനിയാവിൽ കാരുണ്യം കാണിക്കുന്നവരോട് അള്ളാഹു കാരുണ്യം കാണിക്കും. ഒരു മുഅ്മിനെ സഹായിച്ചാൽ അള്ളാഹു അവനെയും സഹായിക്കും. അല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹ്. അതുപോലെ മൻ സത്തറ മുസ്ലിമൻ സത്തറഹുല്ലാഹു യൗമൽ ഖിയാമ. ഒരു മുസ്ലിമിന്റെ ന്യൂനത മറച്ചു വെച്ചാൽ അള്ളാഹു പരലോകത്ത് അവന്റെ ന്യൂനത മറച്ചു വെക്കും. അപ്പോൾ ഇതൊക്കെ അൽ ജസാഉ മിൻ ജിൻസിൽ അമലിനുള്ള തെളിവുകളാണ്, അള്ളാഹുവിന്റെ സുന്നത്താണ്. അപ്പോ കാരുണ്യം കാണിച്ചാൽ അള്ളാഹു അവനോടും കാരുണ്യം കാണിക്കും. അപ്പൊ ആ കാരുണ്യം ലഭിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്, അള്ളാഹു ഇങ്ങോട്ട് ഔദാര്യം ചൊരിയാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവരോട് ഈ ഔദാര്യം കാണിക്കുന്നത്. വമിൻഹ, മറ്റൊരു ഫായിദ, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ ഇത്രയും ഔദാര്യം ചൊരിഞ്ഞിരുന്നത് എന്നുള്ളതിന്, അന്നൽ ജംഅ ബൈന അസ്സിയാമി വസ്സദഖതി മിൻ മൂജിബാത്തിൽ ജന്ന. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പും സദഖയും ഒരുമിച്ച് ഉണ്ടാവുക എന്നുള്ളത് സ്വർഗം നിർബന്ധമാക്കുന്ന ഒരു കാര്യമാണ്. അഥവാ സ്വർഗപ്രവേശനം ലഭ്യമാകുന്ന ഒരു കാര്യമാണ് നോമ്പും സദഖയും ഒരുമിച്ചുണ്ടാവുക എന്നുള്ളത്. കമാ ഫി ഹദീസ് അലി അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, ചില ഹദീസുകളിൽ വന്നതുപോലെ, ഇന്ന ഫിൽ ജന്നതി ഗുറഫൻ യുറാ ബുഹൂറുഹാ മിൻ ബുതൂനിഹാ വബുതൂനുഹാ മിൻ ദുഹൂരിഹാ. സ്വർഗത്തിൽ ചില മുറികളുണ്ട്, ചില കൊട്ടാരങ്ങൾ പോലെ, ചില വീടുകൾ, താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതിന്റെ അകം പുറത്തു നിന്നും പുറം അകത്തു നിന്നും കാണുന്ന തരത്തിലുള്ള മനോഹരമായിട്ടുള്ള വീടുകളാണ്. ഖാലു ലിമൻ ഹിയ യാ റസൂലല്ലാഹ്. അപ്പോൾ ചോദിക്കപ്പെട്ടു, ആർക്കാണ് റസൂലേ ഇത്? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലിമൻ തയ്യബൽ കലാം വഅത്അമ അത്അം വഅദാമ അസ്സിയാം വസല്ല ബില്ലൈലി വന്നാസു നിയാം. ആർക്കാണത്? ഏറ്റവും നല്ല സംസാരം സംസാരിക്കുന്നവന്, ഭക്ഷണം ഭക്ഷിപ്പിക്കുന്നവന്, നോമ്പ് സ്ഥിരമായി നോൽക്കുന്നവന്, അഥവാ ഐച്ഛികമായ നോമ്പുകൾ നോൽക്കുന്നവന്, അതൊരു ശീലമായവന്, വസല്ല ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങുന്ന സമയത്ത് രാത്രിയിൽ നിന്ന് നിസ്കരിക്കുന്നവന്. ഇവിടെ നോമ്പിനെയും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ഒരുമിച്ച് പറഞ്ഞു എന്ന് പറയാം. വഹാദിഹിൽ ഖിസാലു കുല്ലുഹാ തകൂനു ഫി റമളാൻ. ഈ ഹദീസിൽ സ്വർഗത്തിൽ ഇത്ര മഹത്തരമായിട്ടുള്ള ഒരു ഭവനമുണ്ട്, അല്ലെങ്കിൽ സ്വർഗം ലഭിക്കുമെന്ന് പറഞ്ഞ ഈ ഹദീസിൽ പറഞ്ഞ നല്ല സംസാരം, ഭക്ഷണം ഭക്ഷിപ്പിക്കുക, നോമ്പ് നോൽക്കുക, രാത്രി നിസ്കരിക്കുക എന്നുള്ളതൊക്കെ റമളാനിൽ ഒരുമിച്ച് വരുന്നുണ്ട്. ഫയജ്തമിഉ ഫീഹി ലിൽ മുഅ്മിനി, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം റമളാനിൽ എന്തുണ്ട്? അസ്സിയാം, നോമ്പുണ്ട്. വൽ ഖിയാം, രാത്രി നിസ്കാരം വരുന്നു. വസ്സദഖതു, സദഖ നൽകാം. വതയ്യിബുൽ കലാം, നല്ല സംസാരങ്ങൾ സംസാരിക്കാം. ഫഇന്നഹു യുൻഹാ ഫീഹി സ്സായിമു അനിൽ ലഗ്വി വറഫസ്. നല്ല സംസാരം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കാരണം നോമ്പുകാരന്റെ മേലെ, നോമ്പ് പല ഹദീസുകളും പറഞ്ഞു, നോമ്പ് വയറിന് മാത്രമല്ല, മോശപ്പെട്ട സംസാരങ്ങളും അനാവശ്യവും വൃത്തികളും ഒന്നും പറയാൻ പാടില്ല, അത് ഒഴിവാക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. വസിയാമു വസ്സലാത്തു വസ്സദഖതു തൂസിലു സാഹിബഹാ ഇലല്ലാഹ്. ഈ നോമ്പും നിസ്കാരവും സദഖയെല്ലാം ഒരടിമയെ അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. വഫി സഹീഹ് മുസ്ലിമിൻ. അപ്പോൾ ഇവിടെ പറഞ്ഞ വിഷയം എന്താണ്? നോമ്പും സദഖയും ഒരുമിച്ചുണ്ട് എങ്കിൽ അത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള സ്വർഗം നിർബന്ധമാക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ്. മറ്റൊരു ഹദീസ് ഇതിനെ അറിയിക്കുന്നത് വഫി സഹീഹ് മുസ്ലിമിൻ അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമൻ. ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നോമ്പുകാരനായിട്ടുള്ളത്? സഹാബികളോട് ഹദീസ് ചോദിക്കുകയാണ്. ഖാല അബൂബക്കറിൻ. അബൂബക്കർ പറഞ്ഞു റളിയല്ലാഹു അൻഹു, അന, ഞാനുണ്ട് എന്ന് പറഞ്ഞു. ഖാല മൻ തബിഅ മിൻകുമുൽ യൗമ ജനാസതൻ. ആരാണ് ഒരു ജനാസയെ പിന്തുടർന്നതെന്ന് ചോദിച്ചു. അപ്പോഴും ഖാല അബൂബക്കറിൻ അന. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനുണ്ട്. ഖാല ഫമൻ അത്അമ യൗമ മിസ്കീനൻ. ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു മിസ്കീന് ഭക്ഷണം നൽകിയത്? ഖാല അബൂബക്കറിൻ അന. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നൽകിയിട്ടുണ്ട്. ഖാല മൻ തസദ്ദഖ ബിസദഖത്തിൻ. ആരാണ് സദഖ നൽകിയിട്ടുള്ളതെന്ന്? അപ്പോഴും ഖാല അബൂബക്കറിൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന, ഞാൻ നൽകിയിട്ടുണ്ട്. ഖാല, അപ്പോൾ വീണ്ടും ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫമൻ ആദ മിൻകുമുൽ യൗമ മരീദൻ. നിങ്ങളിൽ ആരാണ് ഇന്നൊരു രോഗിയെ സന്ദർശിച്ചത്? ഖാല അബൂബക്കറിൻ. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന, ഞാനാണെന്ന് പറഞ്ഞു.
قال അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മജ്തമഅന ഫീ ഇംറിഇൻ ഇല്ലാ ദഖലൽ ജന്നത, ഈ കാര്യങ്ങളെല്ലാം ഒരാളിൽ ഒരു ദിവസം ഒരുമിച്ച് കൂടുകയാണ് എങ്കിൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാതിരിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫضലിനെ അറിയിക്കുന്ന ഒരു ഹദീസ് കൂടിയാണിത്. ഇവിടെ നോക്കൂ, ഇതിൽ നോമ്പ് വന്നു, അതുപോലെ തന്നെ ഭക്ഷണം ഭക്ഷിപ്പിക്കൽ വന്നു, സദഖ നൽകൽ വന്നു. അപ്പൊ നോമ്പും സദഖയൊക്കെ ഒരുമിച്ച് വരുന്നത് സ്വർഗം നിർബന്ധമാക്കും. അതുകൊണ്ടുകൂടിയാണ് റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സദഖ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഔദാര്യങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ടായിരുന്നത്. വമിൻഹ, മറ്റൊരു ഫായിദ, എന്തുകൊണ്ടാണ് റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയും ഔദാര്യം ചൊരിഞ്ഞത് എന്നുള്ളതിന് അന്നൽ ജംഅ ബൈന സിയാമി വസ്സദഖതി അബ്ലഗു ഫീ തക്ഫീരിൽ ഖതായ വത്തിഖാഇ ജഹന്നം വൽ മുബാഅദതി അൻഹാ. ഈ നോമ്പും സദഖയും ഒരുമിപ്പിക്കുക, അതൊരുമിച്ചുണ്ടാവുക എന്നുള്ളത് പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഏറ്റവും കാരണമാകുന്ന ഒരു കാര്യവും അത് മുഖേന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും നരകത്തിൽ നിന്ന് അകലാനും കാരണമാകുന്ന കാര്യമാണ്. വഖുസൂസൻ ഇൻ ദുമ്മ ഇലാ ദാലിക ഖിയാമുൽ ലൈൽ, അതിനോട് രാത്രി നിസ്കാരം കൂടി ചേർന്നാൽ അത് പ്രത്യേകമായി നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളത്. ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട് നോമ്പ് നരകത്തിൽ നിന്ന് ഒഴിവാക്കുമെന്നുള്ളത്. മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു മിനന്നാർ 70 ഖരീഫ എന്നുള്ള ഒരു ഹദീസ് കാണാം. അതുപോലെ തന്നെ സദഖ നൽകുന്നത് പിന്നെ അള്ളാഹുവിന്റെ കോപത്തെ കെടുത്തിക്കളയുമെന്നും നരകത്തീനെ കെടുത്തുമെന്ന നിലക്കുള്ള ധാരാളം ഹദീസുകൾ കാണാം. അപ്പൊ അതൊക്കെ പാപങ്ങൾ ഒഴിവാക്കാനും നരകത്തിൽ നിന്ന് അകലാനും ഉപകരിക്കുന്ന കാര്യമാണ്. വമിൻഹ, മറ്റൊരു ഫായിദ, അന്ന സിയാമ ലാ ബുദ്ദ അൻ യഖഅ ഫീഹി ഖലലുൻ വനഖ്സുൻ. നോമ്പിന് തീർച്ചയായിട്ടും എന്തുണ്ടാകും? ചില കുറവുകളും വീഴ്ചകളൊക്കെ ഉണ്ടാവും. അപ്പൊ നോമ്പ് പരിപൂർണമാകണമെങ്കിൽ എല്ലാ അവയവങ്ങൾക്കും നോമ്പുള്ള അവസ്ഥ ഉണ്ടാകണം. പക്ഷെ തീർച്ചയാണ് മനുഷ്യന് ചില അബദ്ധങ്ങൾ പറ്റാം. നോട്ടത്തിലോ സംസാരത്തിലോ കേൾവിയിലോ ചിന്തയിലോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലൊക്കെ ചില വീഴ്ചകളൊക്കെ വരാം. തക്സീറു സിയാമി ലിദ്ദുനൂബി മശ്റൂത്തുൻ ബിത്തഹഫ്ഫുദ് മിമ്മാ യൻബഗി അത്തഹഫ്ഫുദ് മിൻഹു. ഈ പാപങ്ങൾ നോമ്പ് കൊണ്ട് പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകണമെങ്കിൽ അതിനൊരു നിബന്ധനയുണ്ട്. എന്താണ് അത്? സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം. നോമ്പായിരിക്കണം. എന്നാൽ മാത്രമേ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ട് നോമ്പ് മാറുള്ളൂ. അല്ലാതെ നോമ്പാണെന്ന് വെറുതെ പട്ടിണി ഇറങ്ങുകൊണ്ട് പറ്റൂല. വആമത്തു സിയാമിൻ നാസി ലാ യജ്തമിഉ ഫീ സൗമിഹി അത്തഹഫ്ഫുദ് കമാ യൻബഗി. അധിക ആളുകളുടെയും നോമ്പ് ഈ നിശ്ചയിച്ച പോലെ അല്ലെങ്കിൽ കാത്തു സൂക്ഷിക്കേണ്ട പോലെ ഒരു നോമ്പായിട്ട് മാറാറില്ല അധിക ആളുകളുടെയും. ഫസ്സദഖതു തജ്ബുറു മാ ഫീഹി മിനൻ നഖ്സി വൽ ഖലൽ. ഈ നോമ്പിൽ വരുന്ന കുറവുകൾ, വീഴ്ചകൾ, പ്രശ്നങ്ങൾ അതിനെല്ലാം പരിഹരിക്കാനുള്ള ഒരു മാർഗമാണ് സദഖ എന്നുള്ളത്. അതായത് റമദാനിൽ കൂടുതൽ സദഖ നൽകാനുള്ള ഔദാര്യം ചൊരിയാനുള്ള കാരണമായി പറയാണ് നോമ്പിൽ എന്തായാലും എന്തെങ്കിലും വീഴ്ചകൾ അധിക ആളുകൾക്കും പറ്റും. അപ്പൊ ആ പറ്റുന്ന വീഴ്ചകളെ പരിഹരിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് സദഖ. വലിഹാദാ വജബ ഫീ ആഖിരി ശഹ്രി റമദാൻ. അതുകൊണ്ടാണ് റമദാനിന്റെ അവസാനത്തിൽ നിർബന്ധമാക്കിയിട്ടുള്ളത് സകാത്തുൽ ഫിത്ർ, സകാത്ത് കൊടുക്കൽ. തുഹ്റത്തുൽ ലിസ്സാഇ മിനൽ ലഗ്വി വറഫത്ത്. നോമ്പുകാരന് സംഭവിച്ചിട്ടുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, സംസാരങ്ങൾ, മേച്ചമായിട്ടുള്ള അതുപോലുള്ള കാര്യങ്ങൾ, അതിനൊക്കെയുള്ള ഒരു തുഹ്റത്തായിക്കൊണ്ട്, ഒരു ശുദ്ധീകരണമായിക്കൊണ്ട് സകാത്തുൽ ഫിത്ർ, ഫിത്ർ സകാത്ത് അടിമകളുടെ മേലെ നിർബന്ധമാക്കിയിട്ടുള്ളത്. അത് ഹദീസിൽ വന്നിട്ടുള്ള തുഹ്റത്തുൽ ലിസ്സായിം എന്നുള്ള തുഅമത്തുൽ ലിൽ മസാക്കീൻ, മിസ്കീൻ എന്നുള്ള ആശയത്തിൽ വന്നിട്ടുണ്ട്. നോമ്പുകാരന്റെ ശുദ്ധീകരണമാണ് ഫിത്ർ സക്കാത്ത് എന്നുള്ളത്. അപ്പോ ദാനധർമ്മം ചെയ്യൽ നോമ്പിന്റെ കുറവുകളെ പരിഹരിക്കപ്പെടും. വമിൻഹ, അതിൽപ്പെട്ട മറ്റൊരു ഫായിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ ഔദാര്യം ചൊരിഞ്ഞതിനുള്ള ഫായിദ, അന്ന സ്വായിമ യദഉ തുആമഹു വശറാബഹു ലില്ലാഹ്. നോമ്പുകാരൻ അവന്റെ ഭക്ഷണവും അവന്റെ പാനീയങ്ങളും എല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ് ഒഴിവാക്കുന്നത്. فإذا عان الصائمين على التقوي على طعامهم وشرابهم. അങ്ങനെ അവനെ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ അവൻ നോമ്പുകാരെ അവർക്കുള്ള ഭക്ഷണത്തിനും പാനീയങ്ങൾക്കും വേണ്ടിയിട്ടൊക്കെ സഹായിക്കുകയാണെങ്കിൽ കാന ബിമൻസിലതി മൻ തറക ശഹ്വതൻ ലില്ലാഹി തആല. അവൻ ഏത് ദർജയിലെത്തും? അതായത് നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭക്ഷണം പാനീയമൊക്കെ ഒഴിവാക്കലാണ്. അതോടൊപ്പം മറ്റുള്ള നോമ്പുകാർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക, അല്ലെങ്കിൽ അതിനുള്ള രീതിയിൽ പണം നൽകുക, സൗകര്യം ഒരുക്കുക, ഭക്ഷിപ്പിക്കുക, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവന്റെ അവസ്ഥ എന്താണ്? അവൻ ഏതൊരു ദർജയിലാണ് ഉണ്ടാവുക? അള്ളാഹ്ക്ക് വേണ്ടി ശഹ്വത്ത് ഒഴിവാക്കുകയും ചെയ്തു, വആസറ ബിഹാ ഔ വാസാ ഫീഹാ. അതിന്റെ അനന്തരഫലം അവനിൽ ഉണ്ടാവുകയും ചെയ്തു. അതിന്റെ അനന്തരഫലം കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ആശ്വാസം കൊടുക്കുന്ന അവസ്ഥയും അതിലൂടെ ഉണ്ടായി. എന്താണ്? വലിഹാദാ യുശ്റഹു ലഹു തഫ്തീറു സുവാമി മഅഹു ഇദാ അഫ്തറ.
അതുകൊണ്ടാണ് നോമ്പ് തുറക്കുമ്പോൾ കൂടെ മറ്റുള്ളവരെ കൂടി നോമ്പ് തുറപ്പിക്കുക എന്ന് വരാനുള്ള കാരണം. അതായത് പറഞ്ഞത്, നോമ്പ് നോൽക്കുമ്പോൾ അവനെന്താവുന്നുണ്ട്, ആ ഭക്ഷണം ഒഴിവാക്കിയതിന്റെ, വെള്ളം ഒഴിവാക്കിയത് അള്ളാഹ്ക്ക് വേണ്ടി ശഹവത്തുകൾ ഒഴിവാക്കുന്നു. അപ്പൊ അവൻ അതിന്റെ ഒരു ബുദ്ധിമുട്ടും ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ മറ്റുള്ള ആളുകൾക്ക്, മറ്റുള്ള നോമ്പുകാർക്ക് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം ഇതൊക്കെ ഒരുക്കുമ്പോൾ അവൻ ഈ നോമ്പ് നോറ്റത് കൊണ്ട് കിട്ടിയ ഒരു അസർ അവനുണ്ടാവുകയാണ്. മറ്റുള്ളവർക്ക് ഒരു ആശ്വാസം കൊടുക്കണം, ഈ ഭക്ഷണം ഇല്ലാതിരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, വെള്ളം ഇല്ലാതിരിക്കല്, അപ്പൊ മറ്റുള്ളവർക്ക് അതിന് സഹായിക്കണം എന്നുള്ള ഒരു അനന്തരഫലം കൂടി കൊണ്ടുവന്ന ഒരാളായിട്ട് അവൻ മാറുന്നു. ലിഅന്ന ത്വആമ യകൂനു മഹ്ബൂബൻ ലഹു ഹീനഇദിൻ. കാരണം ആ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്താണ്, ആ നോമ്പ് തുറപ്പിക്കുന്നതിന്റെ പ്രത്യേകത കൂടിയാണ് പറയുന്നത്. നോമ്പ് തുറക്കുന്ന സമയത്ത് അവന് ഭക്ഷണം ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമായി തീരും, അത്രയും വിശപ്പും ദാഹമൊക്കെ ഉണ്ടായിട്ട്. ഫയുവാസി മിൻഹു ഹത്താ യകൂന മിമ്മൻ അത്അമ ത്വആമ അലാ ഹുബ്ബിഹി. അവനിഷ്ടമുണ്ടായിട്ടും അവനിഷ്ടമുള്ള ഒരു കാര്യം മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കാൻ വേണ്ടി, മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് അവന്റെ ദറജ, സ്ഥാനം ഉയർത്തും. വയകൂനു ഫീ ദാലിക്. അങ്ങനെ അതിൽ എന്തുണ്ടാകും, ശുക്റുൻ ലില്ലാഹി അലാ നിഅമതി ഇബാഹത്തി ത്വആമി വശറാബി ലഹു വറദ്ദിഹി അലൈഹി ബഅദ മൻഹിഹി ഇയ്യാഹു. അള്ളാഹുവിന് നന്ദി കാണിക്കലും കൂടിയാകും. ആ വെള്ളവും പാനീയങ്ങളും ഭക്ഷണമൊക്കെ അനുവദിച്ചത് അള്ളാഹുവിനൊരു നന്ദി കാണിക്കലും, ആ തടഞ്ഞതിന് ശേഷം അനുവദനീയമാക്കി എന്നതിനുള്ള ഒരു നന്ദി കാണിക്കലുമായിട്ട് അത് തീരും മറ്റുള്ളവർ ഭക്ഷിപ്പിക്കുന്നതിലൂടെ. ഫഇന്ന ഹാദി നിഅമത ഇന്നമാ ഉരിഫ ഖദ്റുഹാ ഇൻദൽ മൻഇ മിൻഹാ. കാരണം ആ അനുഗ്രഹങ്ങളുടെ വില എത്രയാണ് എന്ന് അത് തടഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് അതിന്റെ അനന്തരഫലമായിട്ട്, അതിന്റെ സ്വാധീനമായിട്ട് മറ്റുള്ളവർക്ക് നൽകാനും ഭക്ഷിപ്പിക്കാനുമുള്ള ഒരു താല്പര്യം അവനുണ്ടായിട്ടുണ്ട്. വസൂഇല ബഅദു സലഫ്. ചില സലഫുകളോട് ചോദിക്കപ്പെട്ടു, ലിമാ ശുരിഅ സിയാം. എന്തുകൊണ്ടാണ് നോമ്പ് നിയമമാക്കപ്പെട്ടത്? ഖാല. അപ്പോൾ അവർ മറുപടി പറഞ്ഞത്, ലിയദൂഖൽ ഗനിയു തുഅമൽ ജൂഇ ഫലാ യൻസൽ ജാഇഅ. നോമ്പ് നിയമമാക്കപ്പെടാനുള്ള ഒരു കാരണം, സമ്പന്നനായിട്ടുള്ള ഖനിയായിട്ടുള്ള ആളുകൾ പട്ടിണിയുടെ ആ രുചി അവർ അറിയാനും, എന്താണ് പട്ടിണി എന്ന് മനസ്സിലാക്കാനും, നോമ്പ് കാരണം പട്ടിണി കിടക്കുന്നവരെ മറക്കാതിരിക്കാനും വേണ്ടിയാണ്. വഹാദാ മിൻ ബഅദി ഹികമിസ് സൗമി വഫവായിദിഹി. അത് നോമ്പിന്റെ ഉദ്ദേശങ്ങളിൽപ്പെട്ട, അതിന്റെ പിന്നിലുള്ള ചില യുക്തിയിൽപ്പെട്ട ഒരു കാരണമാണ് പട്ടിണി, വിശപ്പ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. كان كثير من السلف. സലഫുകൾ ധാരാളം പേർ യുവാസൂന മിൻ ഇഫ്താരിഹിം വയുസിറൂന ബിഹി വയത്വൂൻ. അവരെന്ത് ചെയ്യാറുണ്ടായിരുന്നു, പരസ്പരം നോമ്പ് തുറക്കാൻ വേണ്ടി പരസ്പരം അതിനുവേണ്ടി അവർ സഹായിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിലപ്പോ അവരെക്കാൾ, അവർ പട്ടിണി കടന്ന് അവർ കഴിക്കാതിരിക്കുകയാണെങ്കിൽ പോലും മറ്റുള്ളവരെ നോമ്പ് ഉറപ്പിക്കാനും ഭക്ഷിപ്പിക്കാനും അവർ താല്പര്യം കാണിച്ചിരുന്നു. വകാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യസൂമു വലാ യുഫ്തിർ ഇല്ലാ മഅൽ മസാകീൻ. നോമ്പ് നോറ്റിട്ട് മിസ്കീനുകളുടെ കൂടെ അല്ലാതെ നോമ്പ് തുറക്കാറില്ല. ഫൈദാ മനഅഹും അഹ്ലുഹു അൻഹു. ഇനി പിന്നെ കുടുംബക്കാരതിന് സമ്മതിച്ചില്ല എങ്കിൽ, മിസ്കീനുകളോടൊപ്പം നോമ്പ് തുറക്കാൻ സമ്മതിച്ചില്ല എങ്കിൽ, ലം യതഅശ്ശതിൽ കല്ലൈല. ആ രാത്രിയിൽ നോമ്പ് തുറക്കും, പക്ഷേ കാര്യമായിട്ട് രാത്രി ഭക്ഷണം കഴിക്കാതെ രാത്രി ഉറങ്ങുമായിരുന്നു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. വജാഅ സായിലുൻ ഇല ഇമാം അഹ്മദ്. ഒരിക്കൽ ഇമാം അഹ്മദിന്റെ അടുക്കൽ ഒരു വ്യക്തി വന്നു. ഫദഫഅ ഇലൈഹി റഗീഫൈൻ കാന യുഇദ്ദുഹുമാ ലിഫത്രിഹി. നോമ്പ് തുറക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച 2 റൊട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചോദിച്ചുകൊണ്ടാണ് ആള് വന്നത്, എന്തെങ്കിലും തരുമോ ഭക്ഷണത്തിന് ചോദിച്ചിട്ട്. ഇമാം അഹ്മദ് അത് കൊടുത്തു. സുമ്മ തവാ വഅസ്ബഹ സ്വായിമൻ. അങ്ങനെ എന്ത് ചെയ്തു, വീണ്ടും നോമ്പ് തുറക്കാനോ ഒന്നും ഭക്ഷണമില്ല, അങ്ങനെ തന്നെ രാത്രി കഴിച്ചു കൂട്ടിയിട്ട് പിറ്റേ ദിവസവും നോമ്പുകാരനായിട്ട് തന്നെ അദ്ദേഹം നോമ്പെടുത്തു. വകാന അൽ ഹസൻ യുത്ഇമു ഇഖ്വാനഹു. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം തന്റെ സഹോദരങ്ങൾക്കൊപ്പമുള്ള ആളുകൾക്ക് ഭക്ഷണം നൽകും. വഹുവ സ്വായിമുൻ സിയാമ തതവ്വു. വഹുവ സ്വായിമു സിയാമി തതവ്വു. നോമ്പ് തതവ്വു ആയിട്ടുള്ള നോമ്പുകാരനായിക്കൊണ്ടിരിക്കുമ്പോൾ എന്തായിരുന്നു ചെയ്യാറുണ്ട്, പിന്നെ അദ്ദേഹം മറ്റുള്ളവർക്ക് ഭക്ഷിപ്പിക്കാറുണ്ട്. വയജിലിസു യുറവ്വിഹും വഹും യഅകുലൂൻ. അവർ ഭക്ഷിക്കുമ്പോൾ ചൂടിന് കാറ്റ് വീശുന്നത് പോലെ ഇങ്ങനെ വീശിയിട്ട് ഭക്ഷണം കഴിക്കാതെ പിന്നെ ചൂടിന് വീശാൻ നിലക്ക് അദ്ദേഹം ഒരു തിരക്കിലായിക്കൊണ്ട് വീശിക്കൊണ്ട് മറ്റുള്ളവർക്ക് ഭക്ഷിപ്പിക്കാറുണ്ടായിരുന്നു. വകാന ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് യുത്ഇമു ഇഖ്വാനഹു അൽവാന മിനൽ ഹൽവാ. വ്യത്യസ്ത നിറത്തിലും രുചിയിലുമുള്ള വ്യത്യസ്ത ഇനങ്ങളായിട്ടുള്ള ഹൽവകൾ, ഹൽവാന മധുര പലഹാരങ്ങൾ അവരൊപ്പമുള്ള ആളുകൾക്ക് ഭക്ഷിപ്പിക്കാൻ കൊടുക്കും. വഗൈരിഹാ ഫിസ്സഫരി വഹുവ സ്വായിമുൻ. വേറെ കാര്യങ്ങളൊക്കെ അയാൾ ഇബ്നു മുബാറക് നോമ്പുകാരനായിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ഭക്ഷിപ്പിക്കാറുണ്ടായിരുന്നു.
സലാമുല്ലാഹി അലാ തിൽക്കൽ അർവാഹ് ഇബ്നു റജബ് പറയുകയാണ്, ഇബ്നു റജബ് ഹംബലി പറയുകയാണ്, ആ റൂഹുകൾക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ, അഥവാ അങ്ങനെ ചെയ്തിരുന്ന മുൻഗാമികൾക്ക്, അഥവാ തങ്ങളുടെ ആവശ്യത്തിനേക്കാളും തങ്ങളുടെ താല്പര്യത്തെക്കാളും മറ്റുള്ളവർക്ക് പരിഗണന കൊടുത്തിരുന്ന ആ സലഫുകൾക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. റഹ്മത്തുല്ലാഹി അലാ തിൽക്കൽ അഷ്ബാഹ്, ആ മഹത്തരമായിട്ടുള്ള ആളുകൾ, മാതൃകയായിട്ടുള്ള ആളുകൾ, ഒരാളും സാമ്യതപ്പെടുത്താൻ സാധിക്കാത്ത മഹത്തരമായ മാതൃകയായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ചൊരിയട്ടെ. ലം യബ്ഖ മിൻഹും ഇല്ലാ അഖ്ബാറുൻ വആസാറുൻ, അവരിൽ നിന്ന് ഇന്ന് അവരുടെ ഈ വാർത്തകളും സംസാരങ്ങളും അല്ലാതെ ഒന്നും ബാക്കിയായിട്ടില്ല. അഥവാ അതുപോലുള്ള ആളുകൾ ഇന്നില്ല. ഇങ്ങനെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു, അവരങ്ങനെയായിരുന്നു എന്ന് പറയൽ മാത്രമേ ഉള്ളൂ. കം ബൈന മൻ യംനഉൽ ഹഖൽ വാജിബ് അലൈഹി വബൈന അഹ്ലിൽ ഈസാർ, ഇങ്ങനെ മറ്റുള്ളവരെക്കാൾ സ്വന്തത്തിന് താല്പര്യം കൊടുക്കുന്നവരെക്കാൾ ഇന്ന് എത്രയെത്ര ആളുകളാണ് നിർബന്ധമായിട്ടുള്ള ബാധ്യത തന്നെ നൽകാതെ തടയുന്ന ആളുകൾ എത്രയുണ്ട് എന്ന് പറയാം. എന്നിട്ടൊരു ബൈത്ത് കൊടുക്കുന്നുണ്ട്, ലാ തഅരുബന്ന ലിദിക്രിനാ ഫീ ദിക്രിഹിം ലൈസ സ്വഹീഹു ഇദാ മശാകൽ മുഖഅദി, അവരുടെയും നമ്മുടെയും തമ്മിലുള്ള ഇത് തമ്മിൽ പിന്നെ വ്യത്യാസങ്ങളുണ്ട്. എന്താണ് ലൈസ സ്വഹീഹു ഇദാ മശാകൽ മുഖഅദി, നടക്കുന്നവനും ഇരിക്കുന്നവനും ഒരുപോലെ ആവുകയില്ല എന്നുള്ള നിലയ്ക്ക് പോലെ. അഥവാ അവര് കാര്യങ്ങൾ ചെയ്തു, പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്ത ആളുകളാണ് അവർ ജീവിതത്തിൽ കൊണ്ടുവന്ന ആളുകളാണ് അവർ. നമ്മൾ പക്ഷേ വെറുതെ സംസാരത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗം ഖുർആനിന്റെ പഠനവും പാരായണവുമായി ബന്ധപ്പെട്ട ഹദീസിന്റെ മറ്റേ ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പരാമർശിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.